മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. പ്രഹർഷം 70ലേക്ക് സ്വാഗതം. 2025 70 വയസ്സ് തികയുന്ന മണ്ണുത്തി വെറ്ററിനറി കോളേജിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് പ്രഹർഷം 70. 1971 ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർ രാജൻ ചുങ്കത്തിൻ്റെ ജരാനര ബാധിക്കാത്ത ഓർമ്മകളുടെ ചുരുളഴിയുകയാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ. ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവാം, അഭിപ്രായ വൈരുദ്ധ്യങ്ങളുണ്ടാവാം. എല്ലാം സദയം ക്ഷമിക്കുക, പൊറുക്കുക. ലോക വനിതാ ദിനത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നിന്ന് പകർത്തിയതാണ് സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഈ നേർക്കാഴ്ചകൾ. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ക്ലാസ് മുറികളിൽ ഒന്നാണിത്. ഞാൻ പഠിച്ച 1967 ബാച്ചിൽ ആകെ ഉണ്ടായിരുന്നത് 2 പെൺകുട്ടികളടക്കം 40 പേരാണ്. പെൺകുട്ടികൾ 2 പേരും സ്ഥിരമായി വലതുഭാഗത്തെ മുൻനിരയിലിരിക്കും. തൊട്ടുപുറകിലെ ഒരു നിര ഒഴിവാക്കി ഞങ്ങൾ ആൺകുട്ടികൾ. അന്ന് പെൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് അറിയാതെ പോലും ആരും നോക്കാറില്ല. കാരണം അന്ന് അങ്ങോട്ട് നോക്കുന്നവൻ്റെ തോൽവി ഉറപ്പാണ്. ഇന്നിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇരിപ്പിൻ്റെ വശം വെച്ച് ഇന്നിവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടാറുണ്ടോ എന്നറിയില്ല. 1955 ഓഗസ്റ്റ് 1 മണ്ണുത്തി വെറ്ററിനറി കോളേജിൻ്റെ ആരംഭം. കോളേജിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 400 ഏക്കർ ഭൂമി ഒല്ലൂക്കരയിലെ സർക്കാർ ഫാമുകളിൽ നിന്ന് ഏറ്റെടുക്കുകയായിരുന്നു. മണ്ണുത്തിയിലെ ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാമിലെ ഓഫീസ് കെട്ടിടം വെറ്ററിനറി കോളേജായി മാറ്റിയെടുത്തു. ആ പഴയ കെട്ടിടം പിൽക്കാലത്ത് താഴെ വെറ്ററിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായും മുകളിൽ ലേഡീസ് ഹോസ്റ്റലായും പ്രവർത്തിച്ചു. കാലാതിവർത്തിയായി നിലകൊള്ളുന്ന കെട്ടിടം ഇപ്പോൾ വെറ്ററിനറി കോളേജിലെ ചരിത്ര മ്യൂസിയമാണ്. മദ്രാസ് വെറ്ററിനറി കോളേജിൽ നിന്നുള്ള ഡോക്ടർ KS നായരായിരുന്നു മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ. അക്കാലത്ത് ഇവിടെ പ്രിൻസിപ്പൽ അടക്കം 6 പേരായിരുന്നു അധ്യാപകർ. ആദ്യ ബാച്ചിൽ 70 വിദ്യാർത്ഥികളും. ഞാൻ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ആദ്യത്തെ ബാച്ചിലെ 70 വിദ്യാർത്ഥികളിൽ ഒരാളാണ്. അപ്പോൾ വെറ്ററിനറി കോളേജിൽ 1962 വന്ന ഒരു അധ്യാപകനായി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. വെറ്ററിനറി കോളേജ് എന്ന് പറയുന്നത് ഇന്ന് അവിടെ ലാബറട്ടറിയുടെ സൈഡിൽ കാണുന്ന ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു തുടങ്ങിയത്. അന്ന് കെട്ടിടങ്ങൾ വേറെ ഒന്നുമില്ല. ആ കോളേജിൽ ഞങ്ങൾ 70 പേര് ഒരു ഹാളിൽ ഇരുന്നാണ് ക്ലാസ് തുടങ്ങിയത്. 1958 ആയപ്പോഴേക്കും വിദ്യാർത്ഥികളുടെ എണ്ണം 11 പെൺകുട്ടികളടക്കം 297 27 അധ്യാപകരും. 1958 ഇരുനിലയിൽ പണി കഴിപ്പിച്ച 55,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള പുതിയ കോളേജ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. 1955 ഇവിടെ പ്രവേശനം ലഭിച്ച 70 പേരിൽ 39 പേർ 1959 BVSC ബിരുദം നേടി പുറത്തിറങ്ങി. 1957-58 കാലത്ത് തന്നെ പാലക്കാട് മെയിൻ റോഡ് അരികിലെ 3 നില മെൻസ് ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചു. അതോടെയാണ് പഴയ കോളേജ് കെട്ടിടം ലേഡീസ് ഹോസ്റ്റലായത്. ഏറെ ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുഖദർശനത്തിന് വേണ്ടി ഇല്ലാത്ത എന്തെങ്കിലും കാരണം പറഞ്ഞ് പണ്ട് ഈ പിരിയൻ ഗോവണിക്ക് താഴെ മണിക്കൂറുകളോളം കാത്തുനിന്ന അനേകരുണ്ട്. അതും പഴയ മണ്ണുത്തി കാലത്തിന്റെ മറ്റൊരു കുളിരോർമ്മയാണ്. ഇന്ന് വർഷം തോറും 125 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്ന ഇവിടെ അവരെ പഠിപ്പിക്കാനായി 25ഓളം വകുപ്പുകളിലായി 103 അധ്യാപകരും 39 അനധ്യാപകരുമുണ്ട്. ഇന്ന് മണ്ണുത്തി വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരിശീലനത്തിനായി മണ്ണുത്തി ക്യാമ്പസിലും തൃശ്ശൂരിലെ കൊക്കാലയിലുമായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ 2 മൃഗാസ്പത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്.
1961 മണ്ണുത്തി കോളേജ് ക്യാമ്പസിൽ ഇൻപേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റ് സൗകര്യത്തോടെ പുതിയ മൃഗാശുപത്രി തുറന്നത്. മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെ നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡീൻ ഡോക്ടർ കെ വിജയകുമാർ. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും മുന്തിയ ഒരു സംവിധാനം ആണ് KR നാരായണൻ മെമ്മോറിയൽ ടീച്ചിങ് വെറ്റിനറി ക്ലിനിക്കൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഈ സമുച്ചയത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. മനുഷ്യരെ തന്നെ ചെയ്യുന്ന എല്ലാ നൂതന സംവിധാനങ്ങളും മൃഗചികിത്സയ്ക്കായി ഇവിടെയുണ്ട്. സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 7ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സിസേറിയന് മാത്രമായിട്ട് വലിയ മൃഗങ്ങൾക്കും ഓമന മൃഗങ്ങളായ പട്ടി, പൂച്ച എന്നിവയ്ക്ക് വേണ്ടിയും വെവ്വേറെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരുക്കിയിട്ടുണ്ട്. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കാനുള്ള ഹീമോഡയാലിസിസ്, അൾട്രാസൗണ്ട്, എക്കോ കാർഡിയോഗ്രാഫി, എൻഡോസ്കോപ്പി മുതലായവ എല്ലാ നൂതന സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് കാരണം മാത്രമാണ് സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഓമന മൃഗങ്ങളെ ചികിത്സയ്ക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ ചികിത്സ നടത്തി അവിടെ ബുദ്ധിമുട്ട് ആകുമ്പോൾ റെഫറൽ സംവിധാനം എന്ന നിലയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കുകയും ചികിത്സ നടപ്പിലാക്കുകയും ചെയ്തു. 2010 മണ്ണുത്തി ക്യാമ്പസ് മൃഗാശുപത്രി ഡോക്ടർ KR നാരായണൻ ടീച്ചിങ് വെറ്റിനറി ക്ലിനിക്കൽ കോംപ്ലക്സ് അഥവാ മൃഗചികിത്സാ പഠന സമുച്ചയം എന്ന പേരിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിച്ചത്. വളർത്തുമൃഗങ്ങളിലെ രോഗനിർണയവും ചികിത്സയും രോഗപ്രതിരോധം എന്നിവയ്ക്ക് പുറമെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥികളുടെ ക്ലിനിക്കൽ പരിശീലനം, സമീപ പ്രദേശങ്ങളിലെ വെറ്റിനറി ഡോക്ടർമാർക്ക് റെഫറൽ സൗകര്യം, തൃശൂർ മൃഗശാല, വനം വകുപ്പ്, സർക്കസ്, പോലീസ്, ഫാമുകൾ എന്നിവർക്കായുള്ള കൺസൾട്ടൻസി സൗകര്യം, കർഷകർക്കുള്ള ബോധവൽക്കരണം, ഫീൽഡ് ക്യാമ്പുകൾ വഴിയുള്ള വിജ്ഞാന വ്യാപനം, പ്രാക്ടീസിംഗ് വെറ്റിനറി സർജന്മാർക്കുള്ള തുടർ പരിശീലനം, വീട്ടുപടിക്കലെ അടിയന്തര ചികിത്സ, രാത്രികാല സർവീസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതിനുവേണ്ടി ഇവിടെ കാഷ്വാലിറ്റി, മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, ക്ലിനിക്കൽ ലബോറട്ടറി, എക്സ്റേ, സ്കാൻ, ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ്, ഫാർമസി, രജിസ്ട്രേഷൻ കൗണ്ടർ എന്നിവ പ്രവർത്തിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം ഓമന മൃഗങ്ങൾ ഇവിടെ ചികിത്സയ്ക്കെത്താറുണ്ട്. മൃഗചികിത്സാ രംഗത്ത് പ്രത്യേകം പരിശീലനം ലഭിച്ച വെറ്ററിനറി നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും നിങ്ങളുടെ ഓമന മൃഗങ്ങളുടെ പരിപാലനത്തിനായി ഇവിടെ കാത്തിരിക്കുന്നു. മണ്ണുത്തിയിൽ വെറ്ററിനറി കോളേജ് പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ അതുവരെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗമായിരുന്ന മണ്ണുത്തിയിലെ തൃശൂർ ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാം, സർക്കാർ കോഴി വളർത്തൽ കേന്ദ്രം, ആട് വളർത്തൽ കേന്ദ്രം എന്നിവ വെറ്ററിനറി കോളേജിന്റെ ഭാഗമാക്കി. 1961-62 കാലത്താണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലെ പന്നി വളർത്തൽ കേന്ദ്രവും തുമ്പൂർമൊഴിയിലെ കാറ്റൽ ബ്രീഡിംഗ് ഫാമും തിരുവിഴാംകുന്നിലെ ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷനും കോളേജിന്റെ കീഴിലാക്കുന്നത്. അതോടെ വെറ്ററിനറി പഠനത്തിന്റെ ഭാഗമായ എല്ലാ ട്രെയിനിങ് സൗകര്യവുമുള്ള ആദ്യത്തെ കോളേജായി മണ്ണുത്തി ക്യാമ്പസ് മാറി. പെറ്റ് അനിമൽ പ്രാക്ടീസിലും ലാർജ് അനിമൽ പ്രാക്ടീസിലും പ്രാഗൽഭ്യം നേടുന്നതിനോടൊപ്പം വിവിധ തരം ഫാം മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന പ്രായോഗിക അറിവും ഇപ്പോൾ കുട്ടികൾ ഇവിടുത്തെ പഠനത്തോടൊപ്പം നേടുന്നുണ്ട്. ഡയറി ഫാമിൽ 80-ലധികം കറവ പശുക്കളും 100ഓളം കിടാരികളും അവയുടെ കന്നുകുട്ടികളും ഇവിടെ നല്ല നിലയിൽ പരിപാലിക്കപ്പെടുന്നു. ഹോൾസ്റ്റെയിൻ, ജേഴ്സി, സങ്കര ഇനങ്ങളാണ് അധികവും. 12 മുതൽ 15 ലിറ്ററാണ് ഇവയുടെ ശരാശരി പാലുൽപാദനം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ നേരെ ഡയറി പ്ലാന്റിൽ എത്തിച്ച് പാസ്ചറൈസേഷന് ശേഷം ശീതീകരിച്ച് പാക്കറ്റിലാക്കി സെയിൽസ് കൗണ്ടർ മുഖേന വിൽപ്പന നടത്തുകയാണ് പതിവ്. കറവ യന്ത്രം ഉപയോഗിച്ചാണ് കറവ. രാവിലെ 5-നും വൈകിട്ട് 2-നും പശുക്കളെ അതിനായിട്ടുള്ള മിൽക്കിംഗ് പാർലറിൽ എത്തിക്കും. ശരാശരി 8 മിനിറ്റ് കൊണ്ട് 8 പശുക്കളെ വീതം ഒരേ സമയം കറന്നെടുക്കുന്നതാണ് ഇവിടുത്തെ രീതി. പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ലും കാലിത്തീറ്റ ഉൽപ്പാദനത്തിനുള്ള ഫീഡ് ടെക്നോളജി യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കറന്നെടുത്ത പാൽ നേരെ ചില്ലിംഗ് കേന്ദ്രത്തിലേക്ക്, ഫാമിനോട് ചേർന്നാണ് ഡയറി ടെക്നോളജി യൂണിറ്റ്. വംശനാശത്തിന്റെ വക്കോളമെത്തിയ കേരളത്തിന്റെ തനത് ജനുസാണ് വെച്ചൂർ പശു. അവയുടെ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രത്യേക ഫാം തന്നെ ഇവിടെ ഉണ്ട്. 130 വെച്ചൂർ പശുക്കൾക്ക് പുറമെ 30ഓളം കാസർഗോഡ് കുള്ളൻ ഇനങ്ങളും അവയുടെ കുട്ടികളും ഇവിടെ ശാസ്ത്രീയമായി പരിപാലിക്കപ്പെടുന്നു. വെച്ചൂർ പെരുമ ലോക ശ്രദ്ധയിലെത്തിച്ച വെച്ചൂർ പ്രോജക്ട് മുൻ മേധാവി
ഡോക്ടർ ശോശാമ്മ ഐപ്പിനെ രാഷ്ട്രം പത്മശ്രീ നൽകിയാണ് ആദരിച്ചത്. മലബാറി, അട്ടപ്പാടി ഇനം ആടുകളാണ് പ്രധാനമായും വെറ്ററിനറി കോളേജിലെ ആട് വളർത്തൽ കേന്ദ്രത്തിൽ പരിപാലിക്കപ്പെടുന്നത്. 350 ആടുകളും അവയുടെ 500-ലധികം കുട്ടികളും ഇവിടെ ശാസ്ത്രീയമായി പരിപാലിക്കപ്പെടുന്നു. ഇവിടെയും കറവ യന്ത്രസഹായത്താലാണ്. ശരാശരി 1 മുതൽ 1.5 ലിറ്റർ പാൽ ഓരോ ആടിൽ നിന്നും കറന്നെടുക്കാറുണ്ട്. ആട്ടിൻപാൽ വിൽപ്പനയുമുണ്ട്. ലാർജ് വൈറ്റ് യോർക്ക്ഷയർ, ഡ്യൂറക് എന്നീ വിദേശ ഇനം പന്നികൾക്കൊപ്പം അങ്കമാലി എന്ന സങ്കര ഇനം പന്നികളും ഇവിടെ ശാസ്ത്രീയമായി പരിപാലിക്കപ്പെടുന്നു. കുട്ടികളടക്കം ഏകദേശം 1000-ലധികം പന്നികളാആണ് ഇപ്പോൾ ഈ ഫാമിലുള്ളത്. ശരാശരി 100 കിലോ തൂക്കം വരുന്ന പന്നികളെയാണ് അറവിനായി വിൽക്കാറുള്ളത്. കോളേജിലെ കോഴി ഫാമിൽ 5000-ഓളം കോഴികളും താറാവുകളും പരിപാലിക്കപ്പെടുന്നു. വൈറ്റ് ലഗോൺ, ഗ്രാമശ്രീ, ഗിരിരാജ, റോഡ് ഐലൻഡ് റെഡ് എന്നീ മുട്ടക്കോഴികളാണ് അധികവും. മുട്ടക്കോഴിക്ക് പുറമെ അസിൽ, കോർണിഷ്, നേക്കഡ് നെക്ക് തുടങ്ങിയ വിവിധ ഇനത്തിൽപ്പെട്ട അലങ്കാര കോഴികളും കാടയും ഗിനിക്കോഴിയും താറാവും ഇവിടെ പരിപാലിക്കപ്പെടുന്നു. 1988-ൽ ശ്രീ ടി മാധവമേനോൻ വൈസ് ചാൻസലറായിരുന്ന കാലത്താണ് വെറ്ററിനറി കോളേജിലെ NCC യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്ക് കുതിരസവാരി അഭ്യസിക്കാനായി 13 കുതിരകളെ മീററ്റിൽ നിന്ന് തീവണ്ടിയിലെ പ്രത്യേകം ബോഗിയിൽ തൃശ്ശൂരിലെത്തിച്ചത്. These are the horses which we have. We have got 13 horses, both Ride A and Ride B. Ride A horses are more than 14.2 hands and Ride B are lesser to that. And these horses we use for giving equestrian training to the NCC cadets. And this place is used to teach the NCC cadets various aspects of equine management, shoeing and saddle fitting also. പെൺകുട്ടികളടക്കം മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അശ്വാഭ്യാസ പ്രകടനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വെറ്ററിനറി വിദ്യാർത്ഥികൾക്ക് പുറമെ തൃശൂർ വിമല കോളേജിലെയും ഫോറസ്ട്രി കോളേജിലെയും മറ്റും വിദ്യാർത്ഥിനികൾ NCC കേഡറ്റുകളായി ഇവിടെ കുതിരസവാരി അഭ്യസിക്കുന്നുണ്ട്. മയക്കുവെടി വിദഗ്ധനും മുൻ ഡീനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ സാർ അനാട്ടമി വകുപ്പ് തലവനായിരുന്ന കാലത്താണ് അനാട്ടമി മ്യൂസിയം ഇവിടെ രൂപം കൊണ്ടത്. കൊച്ചി രാജാവിൻ്റെ ഗോപാലൻ എന്ന ആനയുടെ അസ്ഥികൂടത്തിൽ 1985-ൽ ചെരിഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ബാലാജി എന്ന കൊമ്പനാനയുടെ തലയോട്ടി അടുപ്പിച്ചാണ് മ്യൂസിയത്തിലെ ആനയുടെ അസ്ഥിപഞ്ജരം കൈമൾ സാർ ഈ നിലയിൽ രൂപപ്പെടുത്തിയെടുത്തത്. ഫൈബർ ഗ്ലാസിൽ തീർത്തതാണ് കൊമ്പുകൾ. ഇന്ത്യയിൽ മറ്റൊരു വെറ്ററിനറി കോളേജിലും ആനയുടെ പൂർണ്ണകായ അസ്ഥികൂടം ഇല്ല. അനാട്ടമി മ്യൂസിയത്തിൽ സിംഹത്തിൻ്റെതടക്കം ഏതാണ്ട് എല്ലാ ഇനം മൃഗങ്ങളുടെയും അസ്ഥികൂടങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ അനാട്ടമി മ്യൂസിയം കാണാൻ സന്ദർശകർ എത്താറുണ്ട്. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ ദേശീയ അന്തർദേശീയ സെമിനാറുകൾക്ക് എത്തുന്നവരും ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഈ അനാട്ടമി മ്യൂസിയം കാണാനാണ്. ആകാശഗംഗ സൂര്യപഥത്തെ ഖണ്ഡിക്കുന്ന അപൂർവ സ്ഥാനത്താണ് മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെ ആരൂഢം. ഇരുൾ പരക്കുന്നതോടെ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് മിന്നാമിനുങ്ങൾ പെയ്തിറങ്ങും. അതോടെ പകലന്തിയോളം സൂര്യ തേജസ് ആടിത്തിമിർത്ത ഇവിടുത്തെ മരത്തണലുകളും ഹരിത കമ്പളം വിരിച്ച പുൽമേടുകളും മിന്നാമിനുങ്ങിന്റെ നാട്ടു വെളിച്ചത്തിലേക്ക് പകർന്നാടി മറയുന്നതും ഇവിടുത്തെ മറ്റൊരു അത്ഭുത കാഴ്ചയാണ്. ആകാശത്തിന്റെ അനന്ത നീലിമയ്ക്ക് താഴെ മറ്റൊരു അപൂർവ നീലിമ. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസ് എവിടെ നോക്കിയാലും ഹരിതാഭമായ പുൽമേടുകൾ, അവർക്കിടയിൽ ഇളം വർണ്ണമുള്ള പൂക്കൾ, സുഗന്ധവാഹിയായ കുളിർതെന്നൽ. ഇന്ദ്രിയങ്ങളെ മാത്രമല്ല അന്തരാത്മാവിനെ പോലും അനുഭൂതി ധന്യമാക്കുന്ന ആദിമൂല പ്രകൃതി. വിവേകിയായ ഒരാനയെപ്പോലെ മണ്ണുത്തിയെ കുനിഞ്ഞു നോക്കിയാണ് വെറ്ററിനറി കോളേജിന്റെ നിൽപ്പ്. തൃശൂർ കോർപ്പറേഷന്റെ ഭാഗമായ മണ്ണുത്തിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഒല്ലുക്കര എന്നാണ് അറിയപ്പെടുന്നത്. പഠിച്ചിറങ്ങിയ മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെ പെരുമ വാനോളം ഉയർത്തിയ ഏതാനും പേർ ഇപ്പോഴും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ക്യാൻസറിനെതിരെ 12 മരുന്നുകളുടെ പാറ്റന്റുമായി ഹാർവർഡ് സർവകലാശാലയിൽ ഗവേഷണം നടത്തി വിരമിച്ച ഡോക്ടർ EP കൃഷ്ണമേനോനാണ് അവരിൽ ഒരാൾ. 1970-ലാണ് ഞാൻ മണ്ണുത്തിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം 3 കൊല്ലം അവിടെ ഷാവാലസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ കുറച്ചാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ജമൈക്കയിലേക്ക് എന്നെ റിക്രൂട്ട് ചെയ്തു. ലെപ്റ്റോസ്പൈറോസിസ്, ബ്രൂസെല്ലോസിസ്, ട്യൂബർക്കുലോസിസ്
എന്നീ രോഗങ്ങളുടെ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അവിടെ റിക്രൂട്ട് ചെയ്തതെങ്കിലും അവിടുത്തെ ലാർജ് അനിമൽ പ്രാക്ടീസും സ്മാൾ അനിമൽ പ്രാക്ടീസും ഞങ്ങൾ ചെയ്തത്. 4 കൊല്ലം കഴിഞ്ഞ ശേഷം അവിടെ ഞാൻ കേമാൻ ഐലൻഡ്സിലെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിട്ട് ജോലി മാറി. 1 കൊല്ലം കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടുത്തെ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കീഴിൽ അഗ്രികൾച്ചർ, വെറ്ററിനറി, ഫിഷറീസ്, നാച്ചുറൽ റിസോഴ്സസ് ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റ് താഴെ ഉണ്ടായിരുന്നു. വളരെയധികം സ്റ്റാഫുകൾ. കേമാനിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ഹാർട്ട് വർം ഡിസീസസ് സ്മാൾ അനിമൽസ് ഡോഗ്സിലും ക്യാറ്റ്സിലും സാധാരണ ഉണ്ടായിരുന്നതും ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് ഫൈലേറിയാസിസും ഇതുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടും അവിടെയുള്ള ചില വളരെ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നുകളുടെ ഇത് അറിയുന്നത് കൊണ്ടും അങ്ങനെ ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തി ഈ ഡോഗ്സിലും ക്യാറ്റ്സിലും. അത് അതിൻ്റെ സൈറ്റോകൈൻ ഇൻഫ്ലക്ഷനെ ചെറുക്കുക മാത്രമേ ചെയ്യുള്ളൂ, ഈ അസുഖത്തിനെ മാറ്റപ്പെടുത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടി. ഈ പബ്ലിസിറ്റിയുടെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എമിൽ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അതിൻ്റെ ചീഫ് ഫിസിഷ്യനും അതുപോലെ അവിടുത്തെ റിസർച്ചിൻ്റെ ഹെഡും. അദ്ദേഹം 63-ൽ നോബൽ ലോറിയേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പുതിയ ഡ്രഗ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു PhD എടുത്തു കഴിഞ്ഞ ശേഷം. അവിടെ തന്നെ PhD എടുത്തത്. എടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ റോബോട്ടിക് സർജറി വിഭാഗം പരിശീലകൻ ഡോക്ടർ AK ഉണ്ണിസാറാണ് മറ്റൊരു പ്രതിഭ. 1966 മുതൽ 99 വരെ മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെ പോൾട്രി ഗവേഷണ രംഗത്തും ഫാക്കൽറ്റിയുടെ മൊത്തം റിസർച്ചിന്റെ ചുമതലയുള്ള റിസർച്ച് കോർഡിനേഷൻ പ്രൊഫസറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2002-ലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ഗവേഷണ രംഗത്തിന്റെ കോർഡിനേഷൻ എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രൊഫസറായി. ഇന്ത്യയിൽ ഈ അടുത്ത ഭാവിയിൽ തന്നെ റോബോട്ടിക് സർജറി വളരെ പ്രാബല്യത്തിൽ വരുമെന്നും അതിന് തക്കതായിട്ടുള്ള മാൻ പവർ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ഇല്ലെന്നും മനസ്സിലാക്കി നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ കഴിയണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ മെസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർജിക്കൽസ് കമ്പനിയുമായി ഒരു MOUന്റെ അടിസ്ഥാനത്തിൽ റോബോട്ടിക് സർജിക്കൽ സെന്റർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും അത് അമൃതയിലായിരിക്കണമെന്നും എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സും മീറ്റ് ചെയ്തുകൊണ്ട് CPCSE-യുടെ പെർമിഷനും എല്ലാം വാങ്ങിയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി വരുന്നത്. അത് വളരെ വിജയകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര GST ഡയറക്ടർ ജനറലായി വിരമിച്ച ഡോക്ടർ ജോൺ ജോസഫാണ് മറ്റൊരാൾ. 1977 BSc ആൻഡ് AH ബാച്ചിലെ വിദ്യാർത്ഥി. 1983-ൽ സർജറിയിൽ MBScക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവേശിച്ചു. 2020-ൽ കേന്ദ്ര ഗവൺമെന്റിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ മെമ്പറായും ചെയർമാനായും പ്രവർത്തിച്ച ശേഷം വിരമിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ വെറ്ററിനറി കോളേജിലെ സൗഹൃദങ്ങളുടെ ഊഷ്മളതയും ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും എന്നും എന്റെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായിരുന്നു എന്നെനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതിലുമുപരിയായി എന്റെ ജീവിത പങ്കാളിയായ ഡോക്ടർ മേരി കെ എബ്രഹാമിനെ ലഭിച്ച സ്ഥലം എന്ന നിലയിൽ വെറ്ററിനറി കോളേജ് എന്നും എന്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നൊരിടമാണ്. എന്റെ ജീവിതപാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ 2 മക്കളും സിവിൽ സർവീസ് പരീക്ഷ എഴുതി IPS നേടി. ഇന്ന് ചൈത്ര തെരേസ ജോൺ കേരള കാഡറിലും ഡോക്ടർ ജോർജ് അലൻ ജോൺ ബംഗാൾ കാഡറിലും SP-മാരായി സേവനമനുഷ്ഠിക്കുകയാണ്. US-ലെ ST ജെനറ്റിക്സ് സെക്സിംഗ് ടെക്നോളജീസിന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് കളരിക്കൽ ആണ് മറ്റൊരു ഭാഗ്യവാൻ. വെറ്റിനറി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 7 കൊല്ലം കേരളത്തിൽ ജോലി ചെയ്തു. 1993-ൽ ഇന്ത്യ വിട്ടതിന് ശേഷം മറ്റു വിവിധ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. 1000 പശുക്കളുള്ള ഒരു ഫാമിന്റെ പ്രോജക്ട് വെറ്ററിനറിയനായും ഫാം മാനേജറായും 7500 ആനിമൽസ് ഉള്ള ഒരു പ്രോജക്റ്റിന്റെ ജനറൽ മാനേജറായും ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഡിലവാൽ എന്ന സ്വീഡിഷ് മിൽക്കിംഗ് മെഷീൻ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജർ, ABS ഗ്ലോബൽ എന്ന അമേരിക്കൻ കമ്പനിയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ, കനേഡിയൻ കമ്പനിയായ ആൾട്ട ജെനറ്റിക്സിൽ സീനിയർ ഡയറക്ടർ ഫോർ ഇന്റർനാഷണൽ സെയിൽസ്, ഐഡെക്സ് ലബോറട്ടറീസ് എന്ന അമേരിക്കൻ വെറ്റിനറി ഡയഗ്നോസ്റ്റിക് കമ്പനിയിൽ സീനിയർ കൊമേഴ്സ്യൽ ഡയറക്ടർ എന്ന നിലയിലും ജോലി ചെയ്തു. ഗ്ലാസ്ഗോ വെറ്റിനറി സ്കൂളിൽ നിന്നും മാസ്റ്റേഴ്സ്, ബർമിംഗം ബിസിനസ് സ്കൂളിൽ നിന്നും MBA, ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്നും ലീഡർഷിപ്പ് ട്രെയിനിങ് എന്നിവ ലഭിച്ചു. 100-ലധികം രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി. ഇതിനെല്ലാം അടിസ്ഥാനമായി നമ്മുടെ കോളേജിൽ നിന്ന് ലഭിച്ച അറിവും അനുഭവങ്ങളും ഏറ്റവും വലിയ
വലിയ അസറ്റും ഇൻസ്പിറേഷനുമായി എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. നമ്മുടെ കോളേജിൻ്റെ വരാന്തകളിലെ കുശലങ്ങളും ചില കോർണറുകളിലെ സ്നേഹസല്ലാപങ്ങളും പിണക്കങ്ങൾക്കും അപ്പുറം നാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന സ്നേഹവും സൗഹൃദവുമാണ് എനിക്ക് കൂടുതൽ നോസ്റ്റാൾജിയായി തോന്നിയിട്ടുള്ളത്. 40 വർഷം നീണ്ട എൻ്റെ ഈ യാത്രയിൽ ആ നോസ്റ്റാൾജിയയ്ക്ക് വീണ്ടും മാറ്റുകൂട്ടിക്കൊണ്ട് എന്നോടൊപ്പമുള്ള എൻ്റെ സഹപാഠിയും സഹധർമ്മിണിയുമായ ശൈലയും 2 മക്കൾക്കുമൊപ്പം ഇംഗ്ലണ്ടിൽ ജീവിച്ചുകൊണ്ട് എൻ്റെ ഈ യാത്ര ഇപ്പോഴും തുടരുന്നു. 1961 3000 പുസ്തകങ്ങളുമായി കോളേജിലെ പ്രധാന കെട്ടിടത്തിൽ ലൈബ്രറി ആരംഭിച്ചത്. പ്ലാനിൽ അനാട്ടമി മ്യൂസിയത്തിനായി നിശ്ചയിച്ച സ്ഥലത്താണ് ലൈബ്രറി ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ 1,00,000-ലേറെ പുസ്തകങ്ങളുണ്ട്. ഇതിനും പുറമെ ജനപ്രിയ പുസ്തകങ്ങളും ആനുകാലികങ്ങളും അടക്കമുള്ള പുതിയൊരു ലൈബ്രറി സമുച്ചയം കോളേജിലെ ആനിമൽ സയൻസ് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നു. വായനയോളം ലഹരി തരുന്ന മറ്റൊരിടമില്ലെന്ന് ബോധ്യമുള്ളവർക്കുള്ളതാണ് ഈ പുതിയ വായനാ സങ്കേതം. കേരളത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസ്. ഏകദേശം 375 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്നു. ഇന്ത്യയിലെ മറ്റേ വെറ്ററിനറി കോളേജുകളെല്ലാം സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി മാത്രം ചെറിയ ചെറിയ യൂണിറ്റുകളുള്ളപ്പോൾ ഇവിടെ കൊമേഴ്ഷ്യൽ ലെവലിലുള്ള വലിയ ഫാമുകളിലാണ് സ്റ്റുഡൻസിന് എപ്പോഴും പ്രാക്ടിക്കലിന് പോകാനും എക്സ്പീരിയൻസ് കിട്ടാനുള്ള സൗകര്യം. 2011 വെറ്റിനറി യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം അത്ഭുതകരമായ കുറേ മാറ്റങ്ങൾ ക്യാമ്പസിൽ സംഭവിച്ചു. യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വന്നാണ് ശ്രീ KR നാരായണൻ ഹോസ്പിറ്റൽ സമുച്ചയം. ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള ഹോസ്പിറ്റൽ കോംപ്ലക്സ്. അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് ഡയറി ടെക്നോളജി. വെറ്റിനറി യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റി. കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ വേറെ ഒരു കോളേജിലും പറയാൻ പറ്റാത്ത ഒരു ഫെസിലിറ്റിയാണത്. ജനശ്രദ്ധ ആകർഷിച്ച ഏതാനും കണ്ടെത്തലുകൾ അടുത്ത കാലത്ത് ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. കോഴി മാലിന്യത്തിൽ നിന്നും ബയോഡീസൽ അത്തരമൊരു കണ്ടെത്തലാണ്. അതേക്കുറിച്ച് അത് കണ്ടെത്തിയ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജോൺ എബ്രഹാം സംസാരിക്കും. കേരളത്തിലുള്ള ജനങ്ങളുടെ 99% ആൾക്കാരും മാംസഭുക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസം കോഴിയിറച്ചിയാണ്. ഒരു കോഴിയെ നമ്മൾ കൊല്ലുമ്പോൾ അതിൻ്റെ 70% മാംസവും 30% വേസ്റ്റുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ തൂവല്, കുടല്, കാല്, തല എന്നിവ ഉൾപ്പെടും. ഈ കോഴി മാലിന്യം കേരളത്തിലെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പുഴകളിലും കടലിലും ഒക്കെ ഇത് കൊണ്ടുപോയി തള്ളി ഇത് ഒരുപാട് പൊല്യൂഷനും ജനജീവിതം വിശ്രമമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡ്രൈ റെൻഡറിംഗ് എന്നൊരു പ്രക്രിയ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ ഡോക്ടർ J. എബ്രഹാം കൊണ്ടുവന്നത് 1996. ഈ പ്രക്രിയ വഴി ഈ കോഴി മാലിന്യത്തെ നമുക്കൊരു പ്രോട്ടീൻ പൊടിയായി മാറ്റാം. അതോടുകൂടി അതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഉപ ഉൽപ്പന്നമാണ് കോഴി എണ്ണ. ഈ എണ്ണയെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു റിന്യൂവബിൾ ബയോഫ്യൂൽ ആയ ബയോഡീസലാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നമാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ വിജയിക്കുകയും ചെയ്തു. അതിന് ഞങ്ങൾക്ക് പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ കറവയന്ത്രം, രോഗീ സ്പർശം ഒഴിവാക്കിയുള്ള സ്റ്റെതസ്കോപ്പ് എന്നിവയും ഡോക്ടർ ജോൺ എബ്രഹാമിൻ്റെ പുതിയ കണ്ടെത്തലുകളാണ്. 1992 ഡോക്ടർ AM മൈക്കിൾ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കുന്ന കാലത്താണ് മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ മീറ്റ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിറവി. അതിനു മുമ്പ് ശ്രീ കാളീശ്വരൻ IAS VCയും ഡോക്ടർ G. നിർമ്മലൻ സാർ ഡീനുമായിരുന്ന കാലത്ത് ഇതിനായി പല ശ്രമങ്ങളും നടന്നെങ്കിലും വിജയിച്ചില്ല. അതിനെ തുടർന്നാണ് ഡോക്ടർ J. എബ്രഹാം സാറിനെ ഈ വകുപ്പിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കുന്നത്. 1992 ഈ സ്ഥാപനം ഇവിടെ ഞാൻ സ്ഥാപിക്കുന്നത്. അതുവരെ യൂണിവേഴ്സിറ്റിയിൽ മീറ്റ് ടെക്നോളജിക്ക് വേണ്ടി ഒരു സ്ഥാപനമില്ലായിരുന്നു. 92 ചെറുതായിട്ട് തുടങ്ങിയ ഈ സ്ഥാപനം പിന്നീട് വളർന്ന് വലുതായി ഞാനൊരു റിവോൾവിംഗ് ഫണ്ട് സ്കീമോടെ കൊണ്ടുവന്ന് അതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റൂടെ അക്കാഡമിക് പ്രോഗ്രാമിന്റെ കൂടെ ചേർത്ത് ഇത് വികസിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം വേൾഡ് ബാങ്കിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും സഹായത്തോടു കൂടി ഒരു വലിയ പ്രോജക്റ്റ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തുടങ്ങി. അത് 2000 തുടങ്ങിയത്. 2003 ആയപ്പോഴേക്കും ഞാനത് പൂർണ്ണമായി സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആയി ഡെവലപ്പ് ചെയ്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ അപ്രൂവലോടുകൂടി അത് ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അതിനോട് ചേർന്ന് മീറ്റ് ടെക്നോളജി യൂണിറ്റും അങ്ങനെ വളർന്നു വലുതായി. ഇന്നിപ്പോൾ ഏകദേശം 55 വിവിധ തരം മീറ്റ് വിഭവങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
അത് കമേഴ്ഷ്യലായിട്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് താനും. ഇറച്ചിയും ഇറച്ചി വിഭവങ്ങളും അതെങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ സേഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ വിപണനം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുകയും അത് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞങ്ങൾ അതിന്റെ പാഠ്യവിഷയങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥാപനം വളർന്നു വലുതായി. 22 വർഷം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു. അതിനുശേഷവും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇറച്ചി അടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കോളേജിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന 2 വിൽപ്പന കേന്ദ്രങ്ങൾ വഴിയും തൃശൂർ നഗരത്തിലെ സൂപ്പർ മാർക്കറ്റുകൾ വഴിയും വിറ്റഴിക്കുന്നുണ്ട്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ഭാഗമായ മണ്ണുത്തി ക്യാമ്പസിലെ വെറ്ററിനറി ഹോസ്പിറ്റൽ ആധുനിക മൃഗചികിത്സാ രംഗത്തെ നാഴികക്കല്ലാണ്. പ്രതിവർഷം 30,000-ലധികം മൃഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഈ സ്ഥാപനത്തിൻ്റെ നിത്യനിദാന ചെലവുകൾ എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് റിവോൾവിംഗ് ഫണ്ട് വഴിയാണ്. അലുമിനി അഥവാ ആൽമമേറ്റർ എന്ന ലാറ്റിൻ പദത്തിന് നിഘണ്ടു നൽകുന്ന അർത്ഥം വിദ്യാദാത്രി, ബെനൈൻ മദർ എന്നാണ്. ഒരുപക്ഷേ ഒരു കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃവിദ്യാലയത്തിന് ഒരു വലിയ ഓഡിറ്റോറിയം നിർമ്മിച്ച് നൽകി മറ്റുള്ളവർക്ക് മാതൃകയായതും മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാവാം. 2010 മണ്ണുത്തി വെറ്ററിനറി കോളേജ് അലുമിനി അസോസിയേഷൻ കേരള ബക്കർ മാതൃകയിൽ പണി കഴിപ്പിച്ച സുവർണം ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയം സ്പീക്കർ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്. ഈ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനായി ലക്ഷങ്ങൾ സംഭാവന ചെയ്ത പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഫുട്ബോൾ കോർട്ടിനരികിലെ വിശാലമായ പുൽത്തകിടിയിൽ മാനത്തു നിന്നും കൊഴിഞ്ഞു വീണ അരുണ നക്ഷത്രം പോലെ പ്രകൃതിയോടിണങ്ങി സുവർണം ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയം വിളങ്ങി നിൽക്കുന്നു. കലാകായിക രംഗത്ത് എന്നും എപ്പോഴും അന്തർ സർവകലാശാല തലത്തിലടക്കം മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെ സ്ഥാനം ഏറെ ഉയരത്തിലാണ്. 1-ാം വർഷം മുതൽ ആരംഭിക്കുന്ന ചിട്ടയായ പരിശീലനമാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനികളെ നല്ല കലാകായിക താരങ്ങളായി മാറ്റുന്നത്. അതിവിശാലമായ 3 കളിസ്ഥലങ്ങളോടൊപ്പമുള്ള 2 സ്പോർട്സ് പവലിയനുകളും ജിംനേഷ്യവും ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ ഭാഗമാണ്. മണ്ണുത്തി ക്യാമ്പസ് വെറ്ററിനറി ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒല്ലൂക്കര റോഡിന് സമാന്തരമായി പരന്നു കിടക്കുന്ന വിശാലമായ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ 3 ഭാഗത്തെയും ഇരിപ്പിടങ്ങളിൽ തണൽ വീഴ്ത്തി നിരന്നു നിൽക്കുന്ന ഡിവിഡിവി മരങ്ങൾ ക്യാമ്പസിനകത്തെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. ഈ മരത്തണലുകൾ ഇവിടെ പൂത്തുലഞ്ഞ എത്രയേറെ മുഗ്ധാനുരാഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. കാലം ഹൃദയത്തിൽ ഒളിപ്പിച്ച ഓർമ്മകൾക്ക് പുതുജീവൻ നൽകുന്ന അടയാള ചിഹ്നങ്ങളാണ് ഈ മരത്തണലുകൾ. മഞ്ഞ് പെയ്യുന്ന പുലർവേളയിലും മഴ പെയ്യുന്ന ഇടവപ്പാതിയിലും കണിക്കൊന്ന സ്വർണ്ണ നിഷ്കങ്ങൾ ഉതിർക്കുന്ന കൊടും വേനലിലും ലവേഴ്സ് കോർണറിലെ ഈ പ്രണയപാതയ്ക്ക് വെവ്വേറെ ഭാവമാണ്. മണ്ണുത്തി വെറ്ററിനറി കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പഥത്തിലെ വെറും ഒരു സ്മാരക മന്ദിരമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ അടയാള ചിഹ്നമായി ചരിത്ര പുരാവൃത്തങ്ങൾക്കിടയിൽ നിരവധി അർത്ഥസൂചനകൾ ഉൾക്കൊള്ളുന്ന നിശബ്ദതയുടെ പ്രതിരൂപമെന്നോണം ഇപ്പോഴും തല ഉയർത്തി നിലകൊള്ളുന്നു. ഓർമ്മകൾക്ക് മാറ്റമില്ല, മങ്ങലും. പൊഴിയുമെന്നോർത്ത് പൂക്കൾ വിരിയാതിരുന്നിട്ടില്ലല്ലോ. ജീവിതയാത്ര അവസാനിക്കും മുമ്പ്, ഓർമ്മയുടെ പച്ചപ്പിനു മേലെ മറവിയുടെ മാറാപ്പ് വന്നടിയും മുമ്പ്, ആരോഗ്യം അനുവദിച്ചാൽ ഞാൻ വീണ്ടും ഇവിടെ വരും. എന്നെ ഞാനാക്കിയ എൻ്റെ ഈ പൂർവ്വ വിദ്യാലയത്തിലേക്ക് കാലത്തിൻ്റെ ദയയ്ക്ക് നന്ദി പറയുന്നു.